Dear students, welcome to our another English class. നമ്മുടെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെൻഡിങ് വാൾ എന്ന് പറഞ്ഞ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയത്തിലെ എല്ലാ നോട്ടുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരും അത് എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റി നിങ്ങൾ എഴുതിയ കാര്യം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ തിങ്ക് ആൻഡ് റൈറ്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇവിടെ ചോദിക്കുന്നത്, വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദർ ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലവ് എ വാൾ. അത് പറയുന്നത് മതിലുകളെ സ്നേഹിക്കാത്ത എന്തോ ഒന്നുണ്ട് എന്ന് എന്തുകൊണ്ടാണ് കവി പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ മതിലുകളെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട് എന്ന് കവി പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. കാരണം അതിൽ പറയുന്നുണ്ടല്ലോ, ആദ്യത്തെ വരികളിൽ പറയുന്നുണ്ട് പോയത്തിൻ്റെ മതിലിങ്ങനെ പൊളിഞ്ഞാടുന്നുണ്ട്. അപ്പോൾ മതിലുകളെ സ്നേഹിക്കാതെ എന്തോ ഒന്നുണ്ട് എന്ന് നമ്മുടെ കവി അല്ലെങ്കിൽ റോബർട്ട് ഫ്രോസ്റ്റ് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോട്ട്ബുക്കിൽ നോക്കിയാൽ മതി. ഓക്കെ, ദ പോയറ്റ് സേസ് ദാറ്റ് ദർ ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലവ് എ വാൾ because nobody sees or hears anybody breaking the wall. ആരും തന്നെ മതിൽ പൊളിക്കുന്നത് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല. ബട്ട് എവറി സ്പ്രിംഗ് സീസൺ, എല്ലാ വസന്തകാലത്തും സംഭവിക്കുന്നു. ദ പോയറ്റ് ഫൈൻഡ്സ് ദ വാൾ ഈസ് ബ്രോക്കൺ. എല്ലാ വസന്തകാലത്തും നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ റോബർട്ട് ഫ്രോസ്റ്റ് മതിലുകൾ പൊളിഞ്ഞതായിട്ട് കാണുന്നു. സോ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദർ ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലവ് എ വാൾ ആൻഡ് വാണ്ട്സ് ടു സീ ഇറ്റ് ബ്രോക്കൺ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഞാൻ വായിക്കുന്ന സംഗതി നിങ്ങളെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ മതിലിൽ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് പറയാനുള്ള കാരണം എന്താ? സ്പ്രിങ് സമയത്ത് റോബർട്ട് ഫ്രോസ്റ്റ് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ മതിൽ പൊളിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. പക്ഷേ റോബർട്ട് ഫ്രോസ്റ്റിന് അറിയില്ല, അത് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ആരാണ് പൊളിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം ഇവിടെ ചോദിക്കുന്നത്, വൈ ഡസ് ദ പോയറ്റ് മീറ്റ് ഹിസ് നെയ്ബർ ബിയോണ്ട് ദ ഹിൽ അറ്റ് സ്പ്രിങ്. എന്തുകൊണ്ടാണ് നമ്മുടെ അറ്റ് സ്പ്രിങ് എന്നാണ് വസന്തകാലത്ത് കുന്നിനപ്പുറത്തുള്ള അയാളുടെ അയൽക്കാരനെ കവി സമീപിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വസന്തകാലത്ത് ആ കുന്നിൻ്റെ അപ്പുറത്ത് തൻ്റെ നെയ്ബറുണ്ട്, അയാളെ എന്തിനാണ് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളെ നോട്ടിൽ ഞാൻ അതിൻ്റെ ഉത്തരം തന്നിട്ടുണ്ട്. ദ പോയറ്റ് മീറ്റ്സ് ഹിസ് നെയ്ബർ ബിയോണ്ട് ദ ഹിൽ അറ്റ് സ്പ്രിങ് സോ ദാറ്റ് ദ ക്യാൻ ഫിക്സ് ഓൺ ഡേ ആൻഡ് വാക്ക് അലോങ് ദ വാൾ ടു മെൻഡ് ഇറ്റ് എന്നാണ് പറഞ്ഞത്. കവി എന്തിനാണ് കാണുന്നത്? വസന്തകാലത്ത് തൻ്റെ മതിലിനപ്പുറത്തുള്ള അയൽവാസി എന്തിനാണ് കാണുന്നത് എന്താ വെച്ചാൽ മതിൽ പൊളിഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ അവർക്ക് ചർച്ച ചെയ്യാം, നമ്മുടെ മതിൽ പൊളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊരു ദിവസം ഇന്ന ദിവസം നന്നാക്കാം, ഒരു ദിവസം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണുന്നത്. ഇന്ന ദിവസം നമുക്ക് രണ്ടുപേർക്കും നന്നാക്കാമെന്ന് പറയാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ചോദ്യം കൂടെ ചോദിക്കുന്നത്, ഹൗ ഡു ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ മെൻഡ് ദ ഗ്യാപ്സ് ഇൻ ദ വാൾ എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് കവിയും അദ്ദേഹത്തിൻ്റെ അയൽക്കാരനും മതിലിലെ വിടവുകൾ ശരിയാക്കുന്നതെന്നാണ് ചോദിച്ചു. മതിലിലെ വിടവുകൾ എങ്ങനെയാണ് നമ്മുടെ കവിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അയൽക്കാരനും നന്നാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോട്ടുകൾ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ മെൻഡ് ദ ഗ്യാപ്സ് ഇൻ ദ വാൾ ബൈ വാക്കിംഗ് അലോങ് ദ വാൾ ഓൺ ഐദർ സൈഡ് ആൻഡ് പിക്കിംഗ് അപ്പ് ദ ഫാളൻ സ്റ്റോൺസ് ആൻഡ് പ്ലേസിംഗ് ദം ബാക്ക് ഓൺ ദ വാൾ ഇൻ ആൻ എഫേർട്ട് ടു മെൻഡ് ഇറ്റ്. അവർ ചെയ്യുന്ന രണ്ട് പേരും അപ്പുറത്തായിട്ട് നടക്കും. അവിടെ കൊഴിഞ്ഞ് ചാടിയിട്ടുള്ള കല്ലുകളൊക്കെ എന്ത് ചെയ്യും? അവർ പിടിച്ചിട്ട് അത് മതിലിന് വെക്കും. അങ്ങനെയാണ് അവർ നന്നാക്കുന്നത്. ഓക്കെ, നാലാമത്തെ നോക്കാം. വൈ ഡസ് ദ പോയറ്റ് ആർഗ്യൂ ദാറ്റ് ദർ ഇസ് നോ നീഡ് ഓഫ് എ വാൾ ഇൻ ബിറ്റ്വീൻ ഹിസ് എസ്റ്റേറ്റ് ആൻഡ് ദാറ്റ് ഓഫ് ഹിസ് നെയ്ബർ. എന്തുകൊണ്ടാണ് കവി വാദിക്കുന്നത് അയാളുടെ എസ്റ്റേറ്റിനും അയാളുടെ അയൽക്കാരൻ്റെ എസ്റ്റേറ്റിനും ഇടയിൽ ഒരു ഭിത്തിയുടെ ആവശ്യമില്ല എന്ന്? അപ്പോൾ ഈ പോയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത് മതിൽ ആവശ്യമില്ല എന്നുള്ളതാണ് തൻ്റെയും തന്നെ നെയ്ബറിൻ്റെ ഇടയിൽ. പക്ഷേ നെയ്ബർ പറയുന്നത് എന്താ? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകൾ നല്ല അയൽക്കാരുണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ രണ്ടാളും രണ്ട് വ്യൂ ആണ് രണ്ട് പേർക്കുള്ളത്. എന്തുകൊണ്ടാണ് റോബർട്ട് ഫ്രോസ്റ്റ് മതിൽ ആവശ്യമില്ല എന്ന് തൻ്റെ നെയ്ബറോട് പറയാനുള്ള കാരണം എന്താ? പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട്. ദ പോയറ്റ് ആർഗ്യൂസ് ദാറ്റ് ദർ ഇസ് നോ നീഡ് ഓഫ് എ വാൾ ഇൻ ബിറ്റ്വീൻ ഹിസ് എസ്റ്റേറ്റ് ആൻഡ് ദാറ്റ് ഓഫ് ഹിസ് നെയ്ബർ ബിക്കോസ് ഹിസ് ഏരിയ ഈസ് കവേർഡ് വിത്ത് പൈൻ ട്രീസ് ആൻഡ് ദ പോയറ്റ്സ് ഏരിയ ഈസ് ഫുൾ ഓഫ് ആപ്പിൾ ട്രീസ്. ആ പോയറ്റിൻ്റെ തോട്ടത്തിൽ ആപ്പിൾ ട്രീ ആണുള്ളത്.
ഓക്കെ. മറ്റേ ആ നെയ്ബറുടെ ഭാഗത്തുള്ള എന്താ പൈൻ മരങ്ങളാണുള്ളത്. ദ പോയറ്റസ് ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗോ ടു ഹിസ് ഏരിയ ടു ഈറ്റ് ദ കോൺസ് ഓഫ് ഹിസ് പൈൻ. അതാണ് നമ്മുടെ റോബർട്ട് ഫോസ്റ്റ് പറയുന്നത്. തൻ്റെ ആപ്പിൾ തോട്ടത്തിലുള്ള എന്താ പറയുക തൻ്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും നെയ്ബറിൻ്റെ പൈൻ മരത്തിലോട്ട് അല്ലെങ്കിൽ പൈൻ തോട്ടത്തിലോട്ട് പോയിട്ട് പൈൻ്റെ കായ്കൾ കഴിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ റോബർട്ട് ഫോസ്റ്റ് പറയുന്നത് ഇതാണ്, പശുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മതിലിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ തമ്മിൽ എന്തിനാണ് മതിലിൻ്റെ ആവശ്യം എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ നൈബർ പറയുന്നത് എന്താ, നല്ല മതിലുകൾ നല്ല ആൾക്കാർ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു വീക്ഷണമാണ് അദ്ദേഹത്തിനുള്ളത്. ഹൗ ഡസ് ദ നൈബർ ജസ്റ്റിഫൈ ദ നീഡ് ഫോർ വാൾസ് ഓർ ഫെൻസസ്? ആ മതിൽ വേണം എന്നതിനെ ന്യായീകരിക്കുന്നത് എന്താണ് എന്ത് പറഞ്ഞിട്ടാണ് ന്യായീകരിക്കുന്നത്? അയൽവാസി പറഞ്ഞാൽ മതിൽ വേണമെന്ന്. എന്താണ് അദ്ദേഹം പറയുന്നത്? ദ നൈബർ ജസ്റ്റിഫൈസ് ദ നീഡ് ഫോർ വാൾസ് ബൈ സെയിങ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നൈബറിന് ഇത്ര പറയാനുള്ളത്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകൾ നല്ല ആൾക്കാരുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത്. ഇനി അടുത്തത്, വൈ ഡസ് ദ പോയറ്റ് കൺസിഡർ ദ സ്പ്രിംഗ് സീസൺ മിസ്ചീവിയസ്? സ്പ്രിംഗ് സീസൺ ഒരു കുസൃതി നിറഞ്ഞതാണ് എന്ന് നമ്മുടെ പോയറ്റ് പറയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് കാരണം? എന്താ നിങ്ങളെ നോട്ടുകൾ തന്നിട്ടുണ്ട്. ദ പോയറ്റ് കൺസിഡേഴ്സ് ദ സ്പ്രിംഗ് സീസൺ മിസ്ചീവിയസ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദാറ്റ് സീസൺ ഗ്യാപ്സ് ആർ ഫൗണ്ട് ഇൻ ദ വാൾസ്. സ്പ്രിംഗ് സീസൺ വസന്ത സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? മതിലുകളിൽ ഗ്യാപ്പ്, വിള്ളലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതൊരു കുസൃതി നിറഞ്ഞ സമയമാണ് അല്ലെങ്കിൽ കുസൃതി സമയമാണെന്ന് പറയാനുള്ള കാരണം. വാട്ട് ആർ ദ കോൺട്രാസ്റ്റിംഗ് വ്യൂസ് പ്രസൻറ്റഡ് ഇൻ ദ പോയം? ഈ പോയത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ള വിരുദ്ധ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്, രണ്ടും വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് അല്ലേ. ഒന്ന് പോയറ്റിനൊരു അഭിപ്രായം, അതുപോലെ തന്നെ പോയറ്റിന് മതിൽ വേണ്ട എന്നുള്ള അഭിപ്രായം, നൈബർക്ക് മതിൽ വേണമെന്നുള്ളത് അഭിപ്രായം. ആ രണ്ട് അഭിപ്രായങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കാം എന്താണെന്നുള്ളത്. ദ പോയറ്റ് ഹാസ് വൺ വ്യൂ ബട്ട് ഈസ് നെയ്ബർ ഹാസ് എ ഡിഫറെൻറ്റ് വ്യൂ. പോയറ്റിനൊരു വ്യൂവും അയാളുടെ അയൽവാസിക്ക് മറ്റൊരു വ്യൂ കാഴ്ചപ്പാടുമാണ്. ദ പോയറ്റ് തിങ്ക്സ് ദർ ഈസ് നോ നീഡ് ഫോർ എ ഫെൻസ് ഓർ വാൾ ബിറ്റ്വീൻ നെയ്ബർ എസ്പെഷ്യലി വെൻ ദ അതേഴ്സ് ഏരിയ ആസ് ആപ്പിൾ ട്രീസ് ആൻഡ് ദ നെയ്ബേഴ്സ് ഏരിയ ആസ് പൈൻ ട്രീസ്. നമ്മുടെ റോബർട്ട് ഫോസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ്, ഒരാളെ തോട്ടത്തിൽ ആപ്പിളും മറ്റേ തോട്ടത്തിൽ പൈനുമാണ്, അതുകൊണ്ട് അങ്ങോട്ടും പ്രശ്നമാണ്, അല്ലാതെ അതിൽ വേണ്ട എന്നാണ് പോയറ്റ് പറയുന്നത്. പക്ഷേ ദർ ഈസ് നോ വേ ദാറ്റ് ദ ആപ്പിൾ ട്രീസ് വിൽ trespass into the neighbor's estate and eat the cones of the pines. പോയിട്ട് പറയുന്നത് ഒരിക്കലും ആപ്പിൾ മരങ്ങൾ അങ്ങോട്ടോ അല്ലെങ്കിൽ പൈമരം ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള. പക്ഷേ നെയ്ബറുടെ വ്യൂ എന്താണ്? പോയറ്റിൻ്റെ വ്യൂ മതിൽ വേണ്ട എന്നുള്ളതാണ്. പക്ഷേ നെയ്ബറുടെ വ്യൂ എന്താ? ബട്ട് ദ നെയ്ബർ തിങ്സ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകൾ എന്ത് ചെയ്യുന്നു, നല്ല അയൽവാസികൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നോട്ടിക്കൽ, നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതാണ് തിങ്കാറായിട്ട് ജസ്റ്റ് ആ കാര്യങ്ങളൊന്നും പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനി ആക്ടിവിറ്റി 1 വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളതാണ്. നല്ല മതിലുകൾ നല്ല അയൽവാസികളാണ്. നിങ്ങളോട് അത് ഇലാബറേറ്റ്, അത് വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞത് ഒരു പാരഗ്രാഫിൽ. അതാണ് ആക്ടിവിറ്റി 1. അപ്പോൾ നമുക്കത് നോക്കാം. ഞങ്ങൾ നോട്ടുകൾ തന്നിട്ടുണ്ട്, ആ നോട്ടുകൾ തന്ന കാര്യം ഒന്ന് നോക്കാം കേട്ടോ. ഞാനതാണ് വായിക്കുന്നത്. ദിസ് റിമാർക്ക് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് സം ലിമിറ്റ്സ് ബിറ്റ്വീൻ നെയ്ബേഴ്സ് സോ ദാറ്റ് ദ റിലേഷൻഷിപ്പ്സ് വിൽ ബിക്കം ഹെൽത്തി. ഇത് പറയുന്ന നല്ല മതിലുകൾ നല്ല അയൽവാസികൾ ഉണ്ടാക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളും നമ്മുടെ അയൽവാസിയും തമ്മിൽ എന്ത് വേണം, ഒരു അതിർവരമ്പ് വേണം, ഒരു ലിമിറ്റ് വേണം എന്നുള്ളതാണ്. എന്നാലേ നല്ല ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളതാണ്. ഇഫ് ദർ ഈസ് അൺലിമിറ്റഡ് ഫ്രീഡം ബിറ്റ്വീൻ നെയ്ബേഴ്സ് ദ പ്രോബ്ലംസ് വിൽ സ്റ്റാർട്ട്. സോ നമ്മൾ നമ്മുടെ അയൽവാസിയും തമ്മിൽ ഒരു പരിധിയില്ലാത്ത എന്താ പറയുക ഒരു സ്വാതന്ത്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ. സപ്പോസ് യു ഗ്രോ കൗ ഓർ ഗോട്ട് ഇൻ യുവർ ഹോം ആൻഡ് ഇഫ് ഇറ്റ് ഗോസ് ആൻഡ് ഈറ്റ്സ് ദ നെയ്ബേഴ്സ് വെജിറ്റബിൾസ്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ വീട്ടിൽ ആടോ അല്ലെങ്കിൽ പശു ഉണ്ട്, അത് നിങ്ങൾ വളർത്തിയിട്ട് അത് എന്ത് ചെയ്യുന്നു, പശു നിങ്ങളുടെ അയൽവാസിയുടെ തോട്ടത്ത് പോകണം, അവിടെ അയൽവാസി പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായില്ലേ. അതാ പറയുന്നത് ഇറ്റ് ക്രിയേറ്റ് എ പ്രോബ്ലം. സോ ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് സം ബൗണ്ടറീസ് ബിറ്റ്വീൻ നെയ്ബേഴ്സ് ആൻഡ് ഓൺലി ദെൻ ദർ വിൽ ബി ഗുഡ് റിലേഷൻസ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ അയൽവാസികളും തമ്മിൽ എന്ത് വേണം, നല്ലൊരു ബന്ധം വേണം.
നല്ലൊരു മതിൽ വേണം. ആ മതിലുണ്ടെങ്കിലേ നല്ല ബന്ധം ഉണ്ടാവുള്ളൂ എന്നുള്ള. ഒരുപാട് സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാലും സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം, കോഴികൾ നമ്മളെ കണ്ടെത്ത് എന്താ പറയുക, നമ്മളെ തൊടുവിൽ വന്നു എന്ന് പറയുന്ന പ്രശ്നങ്ങളുണ്ടാവും. ആട് വായൻ്റെ ഇല കടിച്ചു പറഞ്ഞിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം മതിലുകൾ അത്യാവശ്യമാണ്. മതിലുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ആക്ടിവിറ്റി അപ്രീസിയേഷൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു എല്ലാ വർഷവും +2 അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 8 മാർക്കിന് ചോദിക്കുന്നത് പോയം കമ്പാരിസനാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പോയം അപ്രീസിയേഷൻ ആയിരുന്നു, ഈ വർഷം പോയം കമ്പാരിസനാണ്. അപ്പോൾ ആ പോയം കമ്പാരിസണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീഡ് ദ ഫോളോവിങ് ലൈൻസ് ഫ്രം ടാഗോർസ് ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ടാഗോറിൻ്റെ പോയത്തിലുള്ള ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ നൗ കമ്പയർ എബവ് ലൈൻസ് വിത്ത് ദ പോയം മെൻറ്റിംഗ് വാൾ. ആ ഗീതാഞ്ജലി പറഞ്ഞ പോയം മെൻറ്റിംഗ് വാളുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ഇത് ഞാൻ ഞങ്ങൾക്ക് നോട്ട് തന്നിട്ടില്ല. കാരണം എന്താ, പരീക്ഷയ്ക്ക് ഇതന്നെ ചോദിക്കണം എന്നില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ഏത് ചോദിച്ചാലും എഴുതാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് പോയം കമ്പാരിസൺ എക്സാം ടിപ്സ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ എഴുതാൻ, ഞാൻ എക്സാം ടിപ്സ് തന്ന പ്രകാരമാണെങ്കിൽ ആദ്യം നിങ്ങൾ എഴുതാനുള്ളത് മെൻറ്റിംഗ് വാൾ എന്ന് പറഞ്ഞാൽ പോയല്ലേ. മെൻറ്റിംഗ് വാൾ എന്ന് പറഞ്ഞാൽ പോയത്തിൻ്റെ മിനിമം ഒന്നാമത്തെ പാരഗ്രാഫുകൾ എഴുതി വെക്കുക. അതിനുശേഷം ഞങ്ങൾക്ക് പോയം കമ്പാരിസൺ പറഞ്ഞ എക്സാം ടിപ്സ് തന്നിട്ടുണ്ട്. ആ എക്സാം ടിപ്സ് നിങ്ങൾ എഴുതുക. ആ എക്സാം ടിപ്സിൽ 3 ബ്ലാങ്ക് ഇട്ട സ്ഥലങ്ങളുണ്ട്. ആ 3 ബ്ലാങ്ക് ഇട്ട സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ എന്തെല്ലാമാണ് ഞങ്ങളോട് എഴുതാൻ പറഞ്ഞത് എന്നുള്ള ആദ്യത്തെ ബ്ലാങ്ക് ഇട്ട സ്ഥലത്ത് നിങ്ങൾ ഈ ഇത് എഴുതുക, എന്താ പറയുക, ഗീതാഞ്ജലി എന്നുള്ള പോയതാണ്. പിന്നെ രണ്ടാമത്തെ ബ്ലാങ്ക് ഇട്ട സ്ഥലത്ത് ഓതറുടെ പേര്, മൂന്നാമത്തെ ബ്ലാങ്ക് ഇട്ട സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ ഈ മെൻറ്റിംഗ് വാളിൻ്റെ പേര് എഴുതുക. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡൗട്ടുള്ള ആളുകൾ ആ പോയിന്റ് കമ്പാരിസൺ ഒന്നുകൂടി നോക്കിയാൽ മതി. ഏതായാലും പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതി തരാം. ഞാൻ ഇത് എഴുതി തന്നിട്ട് കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സാം ടിപ്സ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോയം കമ്പാരിസണുള്ള എക്സാം ടിപ്സ് നിർബന്ധമായിട്ട് പഠിക്കണം. അതെങ്ങനെയാണ് എഴുതാനുള്ളത് വളരെ വിശദമായിട്ട് ഞങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യണം, അറിയിച്ചിട്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്യണം. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ എക്സാം ടിപ്സ് ഞാൻ ഒരു പ്രത്യേക ക്ലാസ്സിൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ എന്തായാലും നിങ്ങളത് നോക്കുക. ഇതിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്, മെൻറ്റിംഗ് വാൾ പറഞ്ഞ പോയം ചിലപ്പോൾ എനിവുമാണ് ചോദിക്കാം, ചിലപ്പോൾ മെൻറ്റിംഗ് വാൾ ചോദിക്കാം. അപ്പോൾ മെൻറ്റിംഗ് വാൾ പറഞ്ഞ പോയത്തിന് ഒന്നാമത്തെ പാരാഗ്രാഫ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, എന്നാലും നമുക്ക് പോയിന്റ് കമ്പാരിസൺ എഴുതാൻ കഴിയുള്ളൂ. ഇത്രയുമാണ് നിങ്ങളുടെ എനി വുമൺ എന്ന് പറഞ്ഞ പോയത്തിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നോട്ടുകളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിട്ടാണ് അത് മനസ്സിലാക്കുന്നു. എക്സാം ടിപ്സ് 3 ടിപ്സോ എത്രയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സാണ് ഉള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോറിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ നിങ്ങൾ അറിയിക്കാവുന്നതാണ്. പല കുട്ടികളും അസൈൻമെൻറ്റ് തന്നിട്ട് പോലും ഒരു റെസ്പോൺസും ഇല്ല. തരുന്ന ആളുകളുടെ അസൈൻമെൻറ്റ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാർക്കുകളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.